ജഗതിയുടെ രണ്ടാം മടങ്ങിവരവ്. ജഗതി ശ്രീകുമാർ വീണ്ടും അഭിനയ രംഗത്തേക്ക്. ആരാധകരുടെ 7 കൊല്ലം നീണ്ട കാത്തിരിപ്പിന് ഒടുവിൽ വിരാമമാവുകയാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട ജഗതി ശ്രീകുമാർ അഭിനയ രംഗത്തേക്ക് മടങ്ങി വരുന്നു. കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജഗതി ശ്രീകുമാറിന്റെ മകൻ രാജ്കുമാറാണ് ഈ വാർത്ത വ്യക്തമാക്കിയത്. ജഗതിയുടെ രണ്ടാം വരവ് സിനിമയിലൂടെയല്ല, തൃശൂർ ചാലക്കുടിയിലെ വാട്ടർ തീം പാർക്കിന്റെ പരസ്യ ചിത്രത്തിലൂടെയാകും ജഗതി ശ്രീകുമാർ വീണ്ടും ക്യാമറയ്ക്ക് മുൻപിൽ എത്തുക. അടുത്ത വർഷം സിനിമയിലും ജഗതി അഭിനയിക്കുമെന്ന് രാജ്കുമാർ പറഞ്ഞു. ജഗതിയുടെ തന്നെ ബാനറായ ജഗതി ശ്രീകുമാർ എന്റർടൈൻമെന്റ്സ് കമ്പനിയാണ് പരസ്യചിത്രം നിർമ്മിക്കുന്നത്. നിരവധി പരസ്യചിത്രങ്ങൾ ഒരുക്കിയ സിദ്ധിനാണ് ജഗതി അഭിനയിക്കാനിരിക്കുന്ന പരസ്യചിത്രത്തിന്റെ സംവിധായകൻ. പുതിയ പ്രോജക്ടിന്റെ സ്വിച്ച് ഓൺ കർമ്മവും ജഗതി ശ്രീകുമാർ എന്റർടൈൻമെന്റ് പരസ്യ കമ്പനിയുടെ ഉദ്ഘാടനവും 27-ന് വൈകിട്ട് ചാലക്കുടിയിലെ വാട്ടർ തീം പാർക്കിൽ നടക്കും. ജഗതിയുടെ സുഹൃത്തുക്കളും ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും രാജ്കുമാർ അറിയിച്ചു. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ജഗതി വീണ്ടും അഭിനയിക്കാൻ എത്തുന്നത്. സിനിമാ ലോകവുമായി വീണ്ടും ഇടപഴകുന്നതും സിനിമയിലെ സുഹൃത്തുക്കളോടൊപ്പം പ്രവർത്തിക്കുന്നതും ജഗതിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കുമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു. ഇതനുസരിച്ച് സുഹൃത്തുക്കളായ താരങ്ങളും സിനിമയിലെ സഹപ്രവർത്തകരും നേരം കിട്ടുമ്പോഴൊക്കെ ജഗതി ശ്രീകുമാറിനെ കാണാൻ എത്തുന്നുണ്ടായിരുന്നു. സിനിമാ ഗാനങ്ങൾ പാടി കേൾപ്പിക്കാൻ പിന്നണി ഗായകരും പ്രിയ നടനെ പലവട്ടം സന്ദർശിച്ചിരുന്നു. ജഗതിയുടെ ശാരീരിക മാനസികാരോഗ്യത്തിൽ ഇത് കാര്യമായ പുരോഗതിയാണ് ഉണ്ടാക്കിയത്. ഇടയ്ക്ക് ചില ഷൂട്ടിംഗ് സൈറ്റുകളും ജഗതി സന്ദർശിച്ചു. ഏറ്റവും ഇഷ്ടമുള്ള അന്തരീക്ഷത്തിൽ വീണ്ടും ഇടപഴകുന്നത് ജഗതിയെ സാധാരണ ജീവിതത്തിലേക്ക് കൂടുതൽ മടക്കിക്കൊണ്ടുവരുമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. 2012 മാർച്ച് മാസം മലപ്പുറം തേഞ്ഞിപ്പാടത്തുണ്ടായ വാഹന അപകടത്തെ തുടർന്നാണ് ജഗതി അഭിനയ രംഗത്ത് നിന്നും പിൻവാങ്ങിയത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജഗതി വർഷങ്ങൾ നീണ്ട ചികിത്സയിലൂടെയാണ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നത്. അന്ന് തൊട്ടിന്നോളം മഹാനടന്റെ മടങ്ങിവരവിനുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകരും കലാലോകവും. മലയാളികളെ മനസ്സറിഞ്ഞ് ചിരിപ്പിച്ച ജഗതി ശ്രീകുമാർ മടങ്ങി വരുമ്പോൾ അത് പ്രേക്ഷകർക്ക് വലിയ ആഹ്ലാദമാണ് പകരുന്നത്. ആ തമാശകൾ വെള്ളിത്തിരയിൽ വീണ്ടും പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ് മലയാള സിനിമാ പ്രേമികൾ. വാഹനാപകടത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് ചിരിച്ചുകൊണ്ട് കടന്നെത്തിയെങ്കിലും പരിപൂർണ സുഖം ഇനിയും പ്രാപിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.